അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. നമ്മളെ കൂടെ ഒരു കുട്ടി ഷെഫാണുള്ളത്. 8 വയസ്സുള്ള എൻ്റെ മോനാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. ഒരു സിമ്പിൾ മഗ് കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. 2 മിനിറ്റ് കൊണ്ട് മൈക്രോവേവ് ഓവനിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മഗ് കേക്ക്. ഇനി മൈക്രോവേവ് ഓവൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട. ഇതേ റെസിപ്പി തന്നെ നമ്മളൊരു പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും ഇതേപോലെ തന്നെയുള്ള നല്ല റിസൾട്ട് കിട്ടും. ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, എന്നാലും നമുക്ക് നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കാം. പിന്നെ റെസിപ്പി വളരെ സിമ്പിളാണെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നമ്മളെ കുഞ്ഞു മക്കളെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു 2 മിനിറ്റ് മൈക്രോവേവ് ബിസ്ക്കറ്റ് മഗ് കേക്ക്. അപ്പോൾ നമുക്കിനി റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ബിസ്മില്ല. അപ്പോൾ കുഞ്ഞുമക്കളെ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള മഗ് കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് ക്രീം ബിസ്ക്കറ്റാണ്. ഏത് ക്രീമുള്ള ബിസ്ക്കറ്റ് എടുത്താലും കുഴപ്പമില്ല. ഇനി ചോക്ലേറ്റ് ആയാലും ഏത് ഫ്ലേവറുള്ള എടുത്താലും കുഴപ്പമില്ല. നമുക്ക് ആ ഫ്ലേവറിലുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഇതവിടെ ഒരു പാക്കറ്റ് ബർബോൺ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതായത് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ബർബോൺ ബിസ്ക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ക്രീമൊക്കെ ഉള്ള ബിസ്ക്കറ്റാണ്. നല്ല ചോക്ലേറ്റ് ക്രീമാണ്. അപ്പോൾ നല്ല ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം നമുക്ക്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മളിത് ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് കൊടുക്കുക. അതിന് ശേഷം മിക്സിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ മക്കളിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യരുത്, പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രം ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ബിസ്ക്കറ്റൊക്കെ നല്ല പോലെ പൊടിച്ചിട്ട് ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പാലും വേണം, തണുപ്പില്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള പാല്. ഇനി നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വേണം. അപ്പോൾ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പാലും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ പൊടികളൊന്നും അവിടെ ഇവിടെയും കിടക്കാത്ത രീതിയിൽ, കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല സ്മൂത്ത് ബാറ്റർ ആക്കിയിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മളെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതാണ് ബേക്കിംഗ് പൗഡർ. നമ്മളിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കട്ടെ. അപ്പോൾ കുറച്ചും കൂടി നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് കിട്ടും. അപ്പോൾ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുക. വേണമെങ്കിൽ മാത്രം ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കണം. നമ്മളിപ്പോൾ മഗ് കേക്കല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയൊരു മഗ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പോ ഗ്ലാസ്സോ എന്തായാലും മതി. ഇനിയിപ്പോൾ ബൗളാണെങ്കിലും പ്രശ്നമില്ല. അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിത് മൈക്രോവേവ് ഓവനിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ മൈക്രോവേവ് പ്രൂഫായിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ പാരൻസ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെറിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രം ചെയ്യുക. ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യരുത്. നമുക്കിത് 2 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. 2 മിനിറ്റ് മൈക്രോവേവ് പവറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ മൈക്രോവേവ് ഓവനിന്നും കേക്ക് എടുക്കുന്ന സമയത്തും പാരൻസിനോട് എടുത്ത് തരാൻ പറയുക. ഒറ്റയ്ക്ക് ചെയ്യരുത്, നല്ല ചൂടുണ്ടാവും കേട്ടോ. ചെറിയൊരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട്. കുറച്ച് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് പൊടിച്ച ബിസ്ക്കറ്റും കൂടെ ചേർത്തിട്ടാണ് ചെറിയൊരു തട്ടിക്കൂട്ട് ചോക്ലേറ്റ് ക്രീം ഫ്രോസ്റ്റിംഗ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ നമ്മളെ പരിപാടി. നമ്മളെ ഈ സിമ്പിൾ മഗ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണേ. നിങ്ങളെല്ലാവരും നിങ്ങളെ കുഞ്ഞു മക്കളെ കൂടെ ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്നും പ്രതീക്ഷിക്കണേ. അപ്പോൾ ഫോട്ടോസൊക്കെ അയച്ചു തരാൻ മറക്കരുത്, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമുക്ക്
ബിസ്ക്കറ്റ് എടുത്ത് നമ്മൾ പൊളിച്ചെടുക്കുകയാണ്. ഇനി നമ്മളെല്ലാ ബിസ്ക്കറ്റ്സ് ഇതൊക്കെ ഇട്ടുകൊള്ളു. ഇനി നമുക്കതാ ഇത് ബിസ്ക്കറ്റ് ഇങ്ങനെ ഏത് ക്രീമുള്ളത് നിങ്ങൾക്ക് എടുക്കാനും പറ്റും. ഇത്